Honda NSX, a Japanese sport car which killed Italian supercars. ഏർലി 90s എന്ന് പറയുന്നത് ജാപ്പനീസ് സ്പോർട്ട് കാറുകൾക്ക് ഒരു ഗോൾഡൻ ഇറ തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്ത് പോലും ഇറ്റാലിയൻ സൂപ്പർ കാറുകളുമായിട്ട് ജാപ്പനീസ് സ്പോർട്ട് കാറുകൾ കമ്പയർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഏർലി 90s ഇറ്റാലിയൻ സൂപ്പർ കാർസ് എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്: ഫാൻസി ലുക്ക്, ബിഗ് എൻജിൻസ്. പക്ഷേ സത്യത്തിൽ ഇത് ഒട്ടും പ്രാക്ടിക്കൽ അല്ലായിരുന്നു. അവിടെ നിന്നാണ് ഹോണ്ട NSXന്റെ ജനനം. ജാപ്പനീസ് കാർ കമ്പനി ആയിട്ടുള്ള ഹോണ്ട അന്ന് വളരെ റിലയബിൾ ആയിട്ടുള്ളതും ഡെയിലി യൂസിന് പറ്റിയതുമായിട്ടുള്ള ഒരു സൂപ്പർ കാർ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ന്യൂ സ്പോർട്ട് എക്സ്പെരിമെൻ്റൽ എന്ന പേര് പോലെ തന്നെ ഹോണ്ടയുടെ 6 വർഷത്തെ R&Dയിലാണ് ഈ ഒരു വാഹനം പുറത്തു വന്നിട്ടുള്ളത്. ഏകദേശം 1989 ഹോണ്ട NSXനെ പുറത്തു കൊണ്ടുവരുന്നത്. അന്നേ വരെ ഹോണ്ട അവരുടെ കാറുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ലേഔട്ടിന് പകരം ഒരു മിഡ് എഞ്ചിൻ റിയൽ വീൽ ഡ്രൈവ് ലേഔട്ടാണ് ഈ ഒരു വാഹനത്തിൽ ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈനിങ് ടീമിൽ ഹോണ്ടയുടെ എഞ്ചിനീയേഴ്സും പെർഫോമൻസ് ടീമായ ഫെനിൻഫിറയും F1 ലെജൻഡായിട്ടുള്ള അയർട്ടൺ സെന്നയും ഉണ്ടായിരുന്നു. ഈ ഫെനിൻഫിറ എന്ന് പറയുന്നത് ഫെറാറി F40 ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനിങ് ഫേമാണ്. 1989 വരുമ്പോൾ അലൂമിനിയം ബോഡിയുള്ള ആദ്യ പ്രൊഡക്ഷൻ കാറുകളായിട്ടാണ് ഹോണ്ട NSX വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 200 കിലോയോളം ഭാരം വാഹനത്തിന് കുറയ്ക്കാനും അതുമൂലം പെർഫോമൻസ് കൂട്ടാനും ഈ ഒരു വാഹനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഉൾഭാഗം എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 250 ഹോഴ്സ് പവർ നിർമ്മിക്കാൻ കഴിവുള്ള 3 ലിറ്റർ V6 എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് ഹോണ്ട നൽകിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലുള്ള ഒരു ലോങ് ടെയില് ഹൈ സ്പീഡിലും ഈ ഒരു വാഹനത്തിന് ഡയറക്ഷണൽ സ്റ്റെബിലിറ്റി നൽകാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഓട്ടോമോട്ടീവ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.